എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കുറച്ചധികം മുട്ടകളാണ്. മുട്ടകളെന്ന് പറയുമ്പോൾ കുറച്ചൊന്നുമല്ല, കുറച്ചധികം മുട്ടകളുണ്ടായിരുന്നു. 100-100 എണ്ണമെങ്കിലും വരും, പക്ഷേ വീഡിയോയിൽ അത്രയൊന്നുമില്ല. പിന്നെ മുട്ട മാത്രമല്ല, സൈഡായിട്ട് കരിപ്പട്ടി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ ഈ കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എന്തൊക്കെയോ ചടങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെയെന്ന്. അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ തന്നെ കലാവിരുതാണ്. എൻ്റെ കയ്യിൽ ഞാൻ തന്നെയാണ് മിക്കവാറും എപ്പോഴും മൈലാഞ്ചി ഇടാറുള്ളത്. എങ്ങനെയുണ്ട്? ഞാൻ മാത്രമല്ല, എൻ്റെ അനിയത്തിക്ക് ഞാൻ തന്നെ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയായി, നമ്മുടെ ചടങ്ങിൻ്റെ ദിവസമായ. പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് അനിയത്തി പോയി നോക്കിയപ്പോഴത്തേക്ക് അത് അവിടെ കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കസേരയൊക്കെ എടുത്ത് അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വരുന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 9:30-10 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു. ആ ഇരിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഏതാണ് ചടങ്ങെന്നൊക്കെ നിങ്ങൾക്ക് പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ ചടങ്ങായിട്ടുള്ള കുടത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ മാറി. ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്, ഒരു ധാവണി സെറ്റായിരുന്നു. അജ്രക് മെറ്റീരിയലിൻ്റെ ഒരു ധാവണി സെറ്റായിരുന്നു എൻ്റെ ഡ്രസ്സ്. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി വന്നിട്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും മധുരം നമ്മുടെ കുറുക്കൊക്കെ ഉണ്ടല്ലോ അത് തരലായിരുന്നു അടുത്ത പരിപാടി. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഇരുന്നിട്ട് ഓരോരുത്തരായിട്ട് വന്ന് എനിക്ക് പിന്നെ കുറുക്കും അതും ഇതുമൊക്കെ തന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ ഏതാണ് നടക്കുന്നതെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എനിക്ക് കുറുക്ക് തന്നത് അമ്മുമ്മയാണ്, എൻ്റെ അച്ഛൻ്റെ അമ്മേനെ കുറുക്ക് തന്നത്. പിന്നെ എനിക്ക് എൻ്റെ അനിയത്തി തന്നു. അങ്ങനെ വന്ന് എല്ലാവരും എനിക്ക് മധുരം തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് തരലായിരുന്നു. ഇതും എൻ്റെ അമ്മുമ്മയാണ്, എൻ്റെ അമ്മയുടെ അമ്മയാണ്. രണ്ടുപേരും ഞാൻ അമ്മുമ്മ എന്ന് വിളിക്കുന്നത്. നമുക്കിങ്ങനെ വ്യത്യാസമൊന്നുമില്ല, രണ്ടുപേരും അമ്മുമ്മമാരാണ്. അങ്ങനെ രണ്ട് അമ്മുമ്മമാരും മാല ഇട്ട് തന്നു. പിന്നെ എൻ്റെ അച്ഛനമ്മ അങ്ങനെ എല്ലാവരും, വല്യമ്മ എല്ലാവരും എനിക്ക് മാലയും വളയൊക്കെ ഇട്ട് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 11:30-12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ പോയി. ഞാൻ ഫുഡ് കഴിച്ചൊന്നും വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല, ജസ്റ്റ് ഫോട്ടോസൊക്കെ ആയിട്ട് എടുത്തോളൂ. ഞാനും എൻ്റെ കസിനും ഒക്കെ കൂടി ഇരുന്ന് കഴിക്കുന്നതാണ്. പിന്നെ കഴിച്ച് കഴിയാറായപ്പോഴത്തേക്കും എൻ്റെ അമ്മ ഫുഡ് കഴിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദ്യയായിരുന്നു, നല്ല അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ അടുത്ത പരിപാടി ആൾക്കാരൊക്കെ പോയി. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ലാസ്റ്റ് സെക്ഷൻ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ പിന്നെ കിട്ടിയ ആ ഡ്രസ്സൊക്കെ നോക്കലായിരുന്നു. ഇത്രയും ഡ്രസ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു ധാവണി സെറ്റ് എന്താണ്. പിന്നെ വെറൈറ്റി ആയിട്ട് എനിക്കൊരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു വാച്ചും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഡ്രസ്സ്, വാച്ച്, പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ്, പിന്നെ കുറച്ച് ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് വല്യച്ഛൻ്റെ വക ഒരു ഫോട്ടോ വീഡിയോ ഷൂട്ടും കൂടി ഉണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഏതാണ് പരിപാടി എന്നൊക്കെ ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ ബൈ.